പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ സാബത്ത് ദിനത്തിലെ എല്ലാ പ്രാർത്ഥനകളും ഇന്ന് നന്നായിട്ട് ബലിയർപ്പിച്ച് ശരിക്കും പ്രാർത്ഥിച്ച എല്ലാ മേഖലകളിലും സ്വർഗത്തിന്റെ ഒരു അത്ഭുതകരമായ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതങ്ങളിലെല്ലാം സമൃദ്ധമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജെറമിയ പ്രവചനം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറെ പരിപാടികൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ജെറമിയ 15:16 അവിടെ വചനം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. വചനം പറയാണ്, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. അതായത് വചനം കണ്ടെത്തിയപ്പോൾ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷം. പ്രിയ സഹോദരങ്ങളുടെ ഹൃദയത്തിന് സന്തോഷമില്ല, ആനന്ദവുമില്ല. അങ്ങനെയുള്ള അവസ്ഥകളിൽ ശരിക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ വചനമാണെന്ന ബോധ്യത്തോടെ ചിലപ്പോഴെങ്കിലും വചനപാരായണൊക്കെ ദൈവജനം നടത്തുന്നത് കാണുമ്പോൾ വലിയ വിഷമം വരാറുണ്ട്. കുർബാന മധ്യേ ചിലപ്പോഴെങ്കിലും മക്കളെ ഏത് ഭാഗമാണ് സുവിശേഷം വായിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേഖനം, പഴയ നിയമം വായിച്ചോ? കുടുംബ പ്രാർത്ഥനയിലെ വചനവായന ഞാൻ തന്നെ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ രക്ഷയ്ക്കായിട്ട് സ്വർഗം നൽകിയതിനൊക്കെ നമ്മൾ വില കെട്ടതായിട്ട് കണ്ടതാണ് നമ്മുടെ ജീവിതം. ശരിക്ക് ഒരു ആനന്ദത്തെ എടുത്ത് വചനത്തിൽ നിന്നുള്ള ആ ഒരു കൃപയെ നമ്മൾ നിഷേധിക്കുന്നത് കൊണ്ട് തന്നെ, കാരണം വചനം യേശുവല്ലേ, വചനം യേശു ആയതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ, വചന നിഷേധം എന്ന് പറഞ്ഞാൽ വചനത്തിനെ കുറിച്ചിട്ട് ഒരു താല്പര്യമില്ലായ്മ, വചനം വായിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, വചനത്തോടൊരു താല്പര്യക്കുറവ് ഉണ്ട് എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, അത് നമ്മുടെ ഫെയ്ത്തായിട്ട് അതിന് ഭയങ്കര ഒരു ബന്ധം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്ക് ഇന്ന് തീരുമാനം എടുക്കേണ്ടത്, എനിക്ക് വചനം നമ്മൾ പാടാറില്ലേ, തേനീൽ സങ്കീർത്തകൻ, തേനീലും മധുരമാം, തേനീലും മധുരമാം യേശു ക്രിസ്തു മാധുര്യവാൻ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. കർത്താവേ, മാധുര്യമായ ഈശോയെ വചനത്തിലൂടെ നുകരാൻ വേണ്ട ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് മുഖ്യ ദൂതന്മാരുടെ, അതായത് വിശുദ്ധ ഗബ്രിയേൽ, വിശുദ്ധ മിഖായേൽ, വിശുദ്ധ റഫായേൽ, മുഖ്യ ദൂതന്മാരുടെ തിരുനാളാണ്. നമ്മുടെ ജീവിതത്തിന് ചുറ്റും, നമ്മളുടെ ഭവനത്തിന് ചുറ്റും ഒരു സംരക്ഷണ വേലി. പ്രിയ സഹോദരങ്ങളെ, മുഖ്യദൂതന്മാരുടെ പ്രത്യേക സംരക്ഷണം, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ തിന്മയുടെ സ്വാധീനമൊക്കെ അതിശക്തമായിട്ട് പിശാച് ഒരു വ്യക്തിയാണ് എന്നും സഭയുടെ പ്രബോധനമൊക്കെ അറിയാലോ അല്ലെ. 399 നമുക്കത് കാണാൻ, 395 തുടങ്ങി, CCC 395 തുടങ്ങി നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും മുഖ്യദൂതന്മാരൊക്കെ നമുക്ക് സംരക്ഷണം, ദുഷ്ടശക്തികൾക്കെതിരെ പടപൊരുതാൻ വേണ്ടിയിട്ടാണ് മുഖ്യദൂതന്മാരുടെ സംരക്ഷണം തേടണം കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.